അറിഞ്ഞില്ല. സമൃദ്ധ എന്നല്ല, ആരെയൊന്നും അറിയിച്ചില്ല എന്നുള്ളതാണ് സത്യം. ഒരു ഭാര്യയുടെ സ്ഥാനത്ത് കഴിഞ്ഞ 10 വർഷം സമൃദ്ധയെ ഗോകുൽ സംരക്ഷിച്ചു. എന്നിട്ടും ഗോകുൽ ആഗ്രഹിച്ചതുപോലെ സമൃദ്ധ അയാളുടെ ഭാര്യയായില്ല. അതിലയാൾക്ക് കടുത്ത നിരാശയുണ്ട്. സമൃദ്ധയൊന്ന് ആലോചിച്ച് നോക്ക്. എത്ര മാന്യതയോടെയാണ് ഈ 10 വർഷം അയാൾ സമൃദ്ധയോട് പെരുമാറിയത്. ഒരിക്കലെങ്കിലും മോശമായിട്ടുള്ളൊരു പെരുമാറ്റം ഗോകുലിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടോ? കഴിഞ്ഞ 10 വർഷം സച്ചി സമൃദ്ധയുടെ ഓർമ്മയിൽ ജീവിച്ചപ്പോ ഗോകുൽ സമൃദ്ധയോടൊപ്പം ജീവിച്ചു. ഇതിൽ ആരുടെ ദുഃഖമാണ് വലുത്? എനിക്കറിയില്ല രാജീവ്, എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. പക്ഷെ എനിക്ക് പോയേ പറ്റൂ. പൊയ്ക്കോ, പക്ഷേ അവന്തികയെ പൂട്ടണം. അല്ലാതെ സച്ചിയുടെ കൂടെ ജീവിക്കാൻ അങ്ങോട്ട് പോയിട്ട് എന്താ കാര്യം? സമൃദ്ധ ഇപ്പോൾ അനുഭവിക്കുന്ന ഈ പ്രശ്നത്തിനുള്ള ഒരു പരിഹാരം എന്റെ കയ്യിലുണ്ട്. അവന്തികയെ പൂട്ടാൻ കാത്തിരിക്കുന്ന 2 പേരെ ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം സമൃദ്ധ പറഞ്ഞില്ലേ അവന്തികയുടെ അമ്മാവിന്റെ ബന്ധുക്കളുടെ കാര്യം? അവരെ ഞാൻ കണ്ടുപിടിച്ചു. അവന്തിയെ ജയിലറയ്ക്കുള്ളിൽ അടയ്ക്കാൻ അവര് നമ്മളെ കൂടെ നിൽക്കും. അതുവരെ സച്ചിക്കൊന്നും സംഭവിക്കാതെ ഞാൻ നോക്കിക്കോളാം. അതിനിടയിൽ ഗോകുലിനെ ഞാൻ പറഞ്ഞ് കൺവിൻസ് ചെയ്യാം. അത് കഴിഞ്ഞ് മാത്രമേ സമൃദ്ധ ഇവിടുന്ന് പോകാവൂ. എങ്കിലേ സമൃദ്ധയ്ക്ക് സച്ചിയോടൊപ്പം സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റൂ. ഒരു സഹോദരന്റെ സ്ഥാനത്തുനിന്ന് പറയുകയാണ്. സച്ചിയുടെയും ഗോകുലിന്റെയും ജീവിതം തകരാതെ സംരക്ഷിക്കാൻ ഇതേ ഒരു വഴിയുള്ളൂ. സമൃദ്ധ എനിക്ക് വാക്ക് തരണം. ബാക്കിയെല്ലാം ഞാൻ നോക്കിക്കോളാം.